വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു ഹെയർ റുട്ടീനാണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണാം എനിക്കിവിടെയൊക്കെ നന്നായിട്ട് ബാൾഡ്നെസ് വരുന്നുണ്ട്. അന്നേരം ഞാൻ ഇതിനു വേണ്ടിയിട്ട് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതൊരു 1 month ചാലഞ്ച് ആണ്. സോ ഇത് സക്സസ് ആവുകയാണെങ്കിൽ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ് അറ്റ് യുവർ ഹോം. സോ 1 month റിസൾട്ട്, 1 month കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇതും ചെയ്യണം. ഇതെന്റെ ഫ്രണ്ട്സ് ആക്ച്വലി ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ മാജിക് പോർഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായത് ഇതുപോലെ 2 പാനിനകത്തോട്ട് ഓൾമോസ്റ്റ് നിറച്ച് വെള്ളം എടുക്കണേ. വെള്ളം എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഡ്രൈഡ് ഇലയാണ്, ഹിബിസ്കസ് ഫ്ലവർ. പിന്നെ വേണ്ടത് നമുക്ക് റോസ്മേരി, പിന്നെ ഉലുവ വേണം, പിന്നെ കുറച്ച് അരി വേണം. ഉലുവ ഇടുന്നത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. കാരണം ഹിബിസ്കസിന്റെ വാട്ടർ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാനുണ്ട്. അതുകൊണ്ടാണ് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ റോസ്മേരി, ഉലുവ ആൻഡ് റൈസ് വാട്ടർ ഉണ്ടല്ലോ, അതിനകത്ത് അരി നന്നായിട്ട് കുക്കായി വരുന്നതാണ് നമ്മുടെ പാകം. ഓക്കെ, അപ്പൊ ഈ 2 രീതിയിലും നമുക്ക് നമ്മുടെ പോർഷൻസ് ഉണ്ടാക്കിയെടുക്കണം. നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം കേട്ടോ. അത് ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് തന്നെ ചെയ്യാം, നോ പ്രോബ്ലം. ഇത് ഞാൻ 2ആയിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്ക് ഇച്ചിരി ബോയിലിംഗ് ടൈം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മറ്റതിൻ്റെ നമ്മുടെ ഹിബിസ്കസിൻ്റെ കളർ ഇളകുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കുക്കിംഗ് ടൈം അരിയുടെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ റൈസും പിന്നെ നമ്മുടെ റോസ്മേരിയും കൂടെ ഒരുമിച്ചിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നല്ല വെട്ടി തിളച്ച് നല്ല ബോയിലാവട്ടെ, അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. സോ നമ്മുടെ മാജിക് പോർഷൻ 1 റെഡി ആയിട്ടുണ്ട്. 2 ബോയിലായിട്ട് വരാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. അതേസമയം എൻ്റെ ഹെയർ കാണിച്ചു തരാം. എൻ്റെ ഹെയർ ട്രീറ്റഡ് ഹെയർ ആണ്, ഓൾമോസ്റ്റ് 6 year ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഹെയർ ആണ്. അപ്പം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും നല്ല ഉള്ളാന്ന്. ഇപ്പം കണ്ടോ ഗൈസ്, അകത്തോട്ട് ഒന്നുമില്ല. ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 weeks മുന്നേ വരെ ലിറ്ററലി അലോപേഷ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ എൻ്റെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 1 week പ്ലസ് ആയി. ഹെയർ ഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫോർ ഷുവർ ഉണ്ട്. ഇതാണ് 2 ഓയിൽ ഞാൻ മിക്സ് ചെയ്ത് തേക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഈ ഓയിലും പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ആ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇച്ചിരി റോസ്മേരിയുടെ ഓയിലും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഒരുമാതിരി അലക്കുന്ന പോലെ ഇട്ട് തേച്ച് കൊടുക്കരുത്. നമ്മുടെ പ്രഷർ പോയിന്റ് മനസ്സിലാക്കി മസാജ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്രയുണ്ട് ഇപ്പം എൻ്റെ ഹെയർ ഫോള്. ഇനി ഒരു 1 week കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരാം. അതേസമയം നമുക്ക് നമ്മുടെ ഷാംപൂ പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇത് കടലമാവാണ്. കടലമാവ് ഒട്ടും ഒരു തുള്ളി പോലും കട്ടയില്ലാണ്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനകത്തോട്ട് ഇനി നമ്മുടെ മാജിക് പോർഷൻ 1 നിന്ന് ഒരു 2 തവി മാജിക് പോർഷൻ ഹിബിസ്കസിൻ്റെ വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നല്ല പതഞ്ഞ് തരും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ ഷാംപൂ ഇന്ന് തൊട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നത്, ഇന്ന് തൊട്ട് പുതിയ ഒരു തോർത്തോ ടവലോ നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കണം. ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ബക്കറ്റിൽ തലേ ദിവസം തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിലോട്ടുള്ള വെള്ളം പിടിച്ച് വെച്ച് ഓൾമോസ്റ്റ് 24 hours വെച്ചിട്ട് ചൂട് മാറി തണുപ്പിച്ച് വേണം വെള്ളം നിങ്ങൾ തലയിൽ യൂസ് ചെയ്യാൻ. ഇതിപ്പോൾ എൻ്റെ 1 week കഴിഞ്ഞിട്ടുള്ള ഹെയർ ആണ്. ഓൾമോസ്റ്റ് ഫോർ ഗോഡ് സേക്ക് പറയുവാണ്, ഹെയർ ഫോള് ഇപ്പം കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും മാജിക് പോർഷൻസ് വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കിടക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ തല വാഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് രാവിലെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷാംപൂ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് രാവിലെ തന്നെ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ അത് റെഡിയാക്കി വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. യൂസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ റിസൾട്ട് മെസ്സേജ് ചെയ്ത് പറയേണ്ടതാണ്. താങ്ക് യു സോ മച്ച്.